ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇതുപോലെ ഒടിഞ്ഞൊരു കസേര കൊണ്ട് ഇതുപോലെ സൈഡൊക്കെ ഒടിഞ്ഞ അല്ലെങ്കിൽ കാലൊടിഞ്ഞതായ ഏതായാലും ഒരു കസേര കൊണ്ട് നമുക്ക് വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ള കിടിലം ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അലങ്കാര വസ്തുക്കളൊന്നുമല്ല. നമുക്ക് വീട്ടിലൊക്കെ ഒടിഞ്ഞ കസേര ഒരുപാട് ഉണ്ടാവും. അതൊക്കെ എടുത്ത് ആക്രി കൊടുക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു സൂപ്പർ ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ കസേര എടുത്തതിന് ശേഷം അതിൻ്റെ ഒടിഞ്ഞ കസേര എടുത്തതിന് ശേഷം പിന്നെ ആംസ് ഉണ്ടല്ലോ, കൈവെക്കുന്ന ഭാഗം, അതിൻ്റെ അഗ്രഭാഗം വെച്ച് രണ്ടറ്റത്ത് നമുക്ക് മുറിച്ച് മാറ്റുക. മുറിച്ച് മാറ്റിയതിന് ശേഷം എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായ ഭാഗത്താണ് മുറിച്ചതെന്ന്. അപ്പോൾ കറക്റ്റ് അളവെടുത്തതിന് ശേഷം രണ്ട് ഭാഗം നമ്മൾ പുറകിലുള്ള ഭാഗം മുറിച്ച് മാറ്റുക. ആംസിൻ്റെ വളഞ്ഞു വരുന്ന ഭാഗമാണ് രണ്ട് ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നത്. ശേഷം നമുക്ക് ഇതിൻ്റെ അടിഭാഗം, അതായത് ചാരിൻ്റെ ഭാഗമുണ്ടല്ലോ, ആ ഭാഗം കൂടി നമുക്ക് അടിഭാഗത്ത് പോലെ കട്ട് ചെയ്തെടുക്കാം. അളവെടുത്തതിന് ശേഷം ഒരു ലെവലില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നെ നമുക്ക് ലെവൽ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ പേന കൊണ്ട് ഒരു സ്കെച്ച് കൊണ്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. രണ്ടറ്റത്തും മാർക്ക് ചെയ്തതിനു ശേഷം ആ രണ്ടറ്റവും നമുക്ക് മുറിച്ച് കളയാം. ഒരു കോർണർ രീതിയിൽ നമുക്ക് മുറിച്ച് മാറ്റിക്കളയുന്ന പീസിനാണ് കോർണർ ആകൃതി വരുന്നത്. അപ്പോൾ അടിഭാഗം ഒരു കൂർത്ത ഒരു ഷേപ്പായിട്ട് വരുന്നത്, ഇതുപോലൊരു കൂർത്ത അടിഭാഗം കൂർത്ത ഷേപ്പായിട്ട് വരും. അപ്പോൾ ഈ കസേരയുടെ ചാര് ഭാഗമാണിത്. അപ്പോൾ രണ്ടറ്റ് ഇതുപോലെ നമ്മൾ ആക്സാ ബ്ലേഡ് കൊണ്ട് തന്നെ എല്ലാം കട്ട് ചെയ്ത് കളയാം. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ആക്സാ ബ്ലേഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ രണ്ട് ഭാഗങ്ങൾ നമ്മൾ കോർണർ ആകൃതിയിൽ കട്ട് ചെയ്ത് കളയുമ്പോൾ അടിഭാഗം ഇതുപോലെ കൂർത്ത് വന്നു ഉണ്ടോ. ഇനി നമുക്ക് മുകൾ ഭാഗം, നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത ആംസിൻ്റെ ഭാഗമുള്ള കൈഭാഗം, ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യുക. ഇതുപോലെ ഒന്ന് സ്കെച്ച് കൊണ്ട് മാർക്ക് ചെയ്തതിനു ശേഷം അതിന് രണ്ടിട്ട് നമുക്ക് മുറിച്ചെടുക്കുക. ഇതുപോലെ വളഞ്ഞ ആകൃതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് മുറിച്ചെടുക്കുന്നത്. ഇതുപോലെ വളഞ്ഞ ആകൃതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ വളരെ പ്രയാസം നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. രണ്ടറ്റത്ത് നമ്മളിതുപോലെ വളഞ്ഞ ആകൃതിയിൽ മുറിച്ചെടുക്കുക. അപ്പോൾ എങ്ങനെയാണ് മുറിച്ചതെന്ന് നമുക്ക് കാണാം. ഇതുപോലെ ഈ ആകൃതിയിലാണ് നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്നത്. ചാരിൻ്റെ ഭാഗമാണ്, കസേരയുടെ ചാരിൻ്റെ ഭാഗം. ഏത് ഭാഗം മുടിഞ്ഞാലും നമുക്കിതുപോലെ തന്നെ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. പിന്നീട് നമുക്കിതിൻ്റെ ഈ ഭാഗത്ത്, മുകൾ ഭാഗത്ത് നമുക്ക് ഇതുപോലൊരു പൈപ്പ്, അതായത് ഒരു 1 ഇഞ്ചിൻ്റെ പൈപ്പ്, ഒരു 3/4 ഇഞ്ചിൻ്റെ പൈപ്പാണ്. 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് കൊണ്ട് നമുക്കൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്യും. 3/4 ഇഞ്ച് വരത്തിൽ 1/2 ഇഞ്ച് വരത്തോളം തോന്നും. 3.5 ഇഞ്ച് അകലത്തിൽ നമുക്കിതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് റൗണ്ട് ഇടാം. അതായത് ഒരു കുപ്പിയുടെ വായ്വട്ടം, നമ്മൾ സാധാരണ 1 ലിറ്ററിൻ്റെ ഒരു കുപ്പിയുടെ വായ്വട്ടത്തിൻ്റെ അളവാണ് ഇപ്പോൾ കാണിക്കുന്നത്. ശേഷം നമുക്കൊരു പൈപ്പ് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു 7 ഹോളുകൾ ഇതുപോലെ ഇടുന്നുണ്ട്. 7 ഹോളുകളാണ് ഇതുപോലെ ഇടുന്നുണ്ട്. മുകളിൽ കസേരയുടെ ചാര് ഭാഗം വരുന്നതിൻ്റെ മുകളിൽ 7 ഹോളുകൾ ഇതുപോലെ ഇട്ട് നമുക്ക് മാർക്ക് ചെയ്തതിന് ഇട്ടു. പിന്നീട് താഴെ പിന്നെ ചാരിൻ്റെ ഭാഗത്തുകൂടി അത് ഫ്ലവർ വരുന്ന ഷെയ്ഡുണ്ടല്ലോ, അതുപോലെ 3 ഹോളുകൾ ഇടുന്നു. അപ്പോൾ എല്ലാ കസേരയിലും ഇതുപോലെ ഫ്ലവർ ഉണ്ടാകുന്ന വരത്തില്ല. പിന്നീട് നമുക്കിതുപോലെ ഒരു കുപ്പി എടുക്കുക. കുപ്പി എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു 10 കുപ്പികൾ ആവശ്യമുണ്ട്. ഇതുപോലെ ചെറിയ കുപ്പി എടുത്തതിന് ശേഷം ഈ ഭാഗം നമ്മൾ വെട്ടിയെടുക്കുക. മുകൾ ഭാഗം ഇതുപോലെ 10 പീസുകൾ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ, അതായത് 10 രൂപയുടെ ജ്യൂസൊക്കെ വരുന്ന ചെറിയ കുപ്പിയാണ്. ഇത് ഏതാകൃതിയിലുള്ള കുപ്പിയായാലും കുഴപ്പമില്ല. കുപ്പി എടുത്തതിന് ശേഷം ഈ ഭാഗം നമ്മൾ വെട്ടിയെടുക്കുക. 10 പീസ് വെട്ടിയെടുത്തതിന് ശേഷം ഇതിന് പിന്നീട് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം, നമ്മൾ മധ്യഭാഗത്ത് ഹോളുണ്ടല്ലോ, അതിൻ്റെ രണ്ടറ്റത്തുമായിട്ട് ഒരു 3 ഇഞ്ച് വലിപ്പത്തിൽ ഇതുപോലെ ഒരു 2 ഹോളുകൾ കൂടി ഇടേണ്ടതാണ്. സ്ക്രൂ ഡ്രൈവർ ചൂടാക്കിയിട്ട് പെട്ടെന്ന് ഇടാവുന്നതാണ്. പിന്നീട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച കുപ്പിയുടെ പകുതിയില്ല, കാൽ ഭാഗം, ആ കാൽ ഭാഗം നമ്മൾ ഹോളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ ക്യാപ്പിട്ട് നമുക്ക് മുറുക്കിയെടുക്കാം. ഈ ഭാഗത്തുകൂടെ ഹോളിലേക്ക് കയറ്റിയതിന് ശേഷം അടിഭാഗത്ത് മറുവശത്തു കൂടി നമുക്ക് ക്യാപ്പിട്ട് നല്ലതുപോലെ മുറുക്കുക. അപ്പോൾ 10 പീസുകൾ നമുക്കിതുപോലെ ഇട്ട് മുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് അലങ്കാര വസ്തുവൊന്നുമല്ല, നമുക്ക് വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ളൊരു വസ്തുവാണ്, നമുക്ക് ആവശ്യം ഉള്ളൊരു വസ്തുവാണ്. അപ്പോൾ അവസാനം എന്താണെന്ന് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനും കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്യാപ്പിട്ട് 10 പീസുകളും നമ്മളിതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 10 പീസുകൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്ത് 3 7 10 പീസ്. ഇതൊക്കെ വളരെ നിഷ്പ്രയാസം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ക്യാപ്പുകൾ പുറകിലിട്ട് നമ്മളെല്ലാം 10 പീസും ടൈറ്റ് ചെയ്ത്, നല്ല ടൈറ്റാണ് ചെയ്തിരിക്കുന്നത്, ഒരിളക്കവും തട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉപയോഗത്തിനനുസരിച്ചുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കാണുന്ന ഫ്ലവറിൻ്റെ ഷേപ്പൊന്നും നമുക്ക് കാര്യമാക്കേണ്ട. ഫ്ലവർ കാരണം ഇതിനകത്തൊരു പ്രസക്തി ഉള്ളതല്ല. ഫ്ലവറിൻ്റെ ആവശ്യമില്ല. ഏത് ഷേപ്പുള്ള, ഏത് ഡിസൈനുള്ള കസേര വേണമെങ്കിൽ ഇതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിൻ്റെ അലങ്കാര വസ്തുവല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇത് അവസാനം കാണാൻ എന്താ ചെയ്യുന്നതെന്ന്, പെയിൻ്റൊക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ല ലുക്കാണ് കാണാൻ. ഇതുപോലെ ഒരു ഷർട്ടൊക്കെ ഇടുന്ന ഒരു ഹാങ്കർ എടുത്തതിന് ശേഷം മുറിച്ചെടുക്കുക. ആക്സാ ബ്ലേഡ് കൊണ്ട് തന്നെ മുറിച്ചെടുക്കുക, അല്ലെങ്കിൽ പെയർ കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരടി നീളത്തിൽ ഒരു പീസ് എടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ നേരത്തെ ഇട്ട് വെച്ച 2 ഹോളിൽ കൂടി കയറ്റി ഒന്ന് ചതുരാകൃതിയിലാക്കി എടുക്കുക. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ഇതുപോലെ ഒരു ഹോളിൽ ഒന്ന് കയറ്റി മടക്കിയതിന് ശേഷം മറ്റേ ഹോളിലേക്ക് ഒന്ന് ആ അളവിൽ ഒന്നുകൂടി മടക്കുക. മടക്കിയതിന് ശേഷം നമുക്ക് അകത്തേക്ക് കയറ്റി വീണ്ടും ഒന്ന് മടക്കി ചതുരാകൃതിയിലാക്കി എടുക്കുക. ഇതൊക്കെ കൈകൊണ്ട് തന്നെ നമുക്ക് മടക്കിയെടുക്കാവുന്ന, വലിയ കൂടുതൽ ബലമുള്ള കമ്പി അല്ലെങ്കിൽ മുടിയത്തില്ല പെട്ടെന്ന്.
അപ്പോൾ ഇതുപോലെ പ്ലെയർ കൊണ്ടും കൈ കൊണ്ടൊക്കെ നമുക്ക് മടക്കി ചതുരാകൃതിയിലാക്കി എടുക്കാം. കണ്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഭാഗങ്ങൾ മടക്കി എടുത്ത് ചതുരാകൃതിയിലാക്കാം. പിന്നീട് നമുക്കൊരു കെട്ട് കമ്പി കൊണ്ട് ഒന്ന് കെട്ടി ഫുള്ളാക്കി ഒന്ന് ചുറ്റി വരിഞ്ഞെടുക്കാം. അല്ലെങ്കിൽ ടേപ്പ് ഒട്ടിച്ചാലും മതിയാകും. ഞാൻ കെട്ട് കമ്പി ഉപയോഗിക്കുന്നുണ്ട്, ടേപ്പ് ഉപയോഗിക്കുന്നുണ്ട്. കെട്ട് കമ്പി ഉപയോഗിച്ചതിന് ശേഷം ടേപ്പ് ഒരു വൃത്തിക്ക് വേണ്ടിയാണ് ടേപ്പ് ഉപയോഗിക്കുന്നതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പുറത്ത്. അപ്പോൾ ഒരു സിൽവർ കളർ അലൂമിനിയം കളറിൻ്റെ പെയിൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല സൂപ്പർ പെയിൻറ്റാണിത്. ഞാൻ ഉപയോഗിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല പെയിൻറ്റാണ്. കാരണം നല്ല ഏരിയ കിട്ടുന്ന പെയിൻറ്റാണ്. ഒരു തവണ നമ്മൾ ബ്രഷ് മുക്കി കഴിഞ്ഞാൽ ഒരുപാട് ഏരിയ നമുക്ക് കവർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു പെയിൻറ്റാണ്. നല്ല സൂപ്പറായിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കളറുമാണ് പെയിൻറ്റുമാണ്. അപ്പോൾ ഇത് നമുക്ക് അലൂമിനിയം കളർ. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് ചെയ്തെടുത്ത ഒരു മെറ്റലിൻ്റെ ഒരു ആകൃതിയൊക്കെ ഇതിന് കിട്ടും. പ്ലാസ്റ്റിക് ആണെന്ന് ആർക്കും കണ്ടാൽ തോന്നുകയില്ല. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച കുപ്പിയിലും എല്ലാ ഭാഗത്തും നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മെറ്റലിൻ്റെ ഒരു ഷേപ്പാണ് കിട്ടിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് ആണെന്ന് കണ്ടാൽ ആരും തോന്നുകയില്ല, പറയുകയുമില്ല. അപ്പോൾ ഇതുപോലെ പെയിൻ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് 2 ആണി അടിച്ചിട്ട് നേരത്തെ നമ്മൾ വളച്ച് വെച്ച കമ്പി തൂക്കിയിട്ടതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഷർട്ടുകൾ, പാൻറ്റുകൾ, നമ്മളെ വസ്ത്രങ്ങളൊക്കെ 10 പീസോ 11 പീസോ 12 പീസോ ഒക്കെ ഇതുപോലെ തൂക്കിയിടാം. സൂപ്പറാണ്. താഴേക്ക് വീഴില്ല. മറ്റുള്ള ഹാങ്കറുകൾ നമ്മൾ തൂക്കിയിട്ടാൽ താഴേക്ക് ചുമ്മാ വീഴും. ഇത് അങ്ങനെ താഴേക്ക് വീഴുന്നൊരു പ്രശ്നമേ ഇല്ല. നല്ലതുപോലെ സെറ്റായിട്ടിരുന്നോളും. നല്ല ബലവുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നതിന്. നമ്മൾ വലിച്ചാൽ പോലും താഴേക്ക് വരത്തില്ല. നമ്മൾ ഇതിനെ പെട്ടെന്ന് തന്നെ എടുക്കാനും ഇടുവാനും ഒക്കെ സാധിക്കും. തറയിൽ വീഴില്ല. ഒന്നും പേടിക്കാനില്ല. നല്ല ബലമാണ്. അപ്പോൾ നമുക്ക് ഒരു ചിലവുമില്ലാത്ത കസേര കൊണ്ട് ചെയ്തൊരു സൂപ്പർ ഐറ്റമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വീട്ടിലൊരു ഹാങ്കറായി നമ്മളെ പൊട്ടിയ കസേര കളഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല. ആ കസേരയേക്കാൾ വിലയുള്ളൊരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.